ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ അധികം ആളുകൾ പറയാത്ത ഒരു കാര്യമാണ് ഇത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഫിനാൻഷ്യൽ അവസ്ഥ കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനുള്ള വളരെ എളുപ്പത്തിലുള്ള ടിപ്പുകൾ ഇതിലുണ്ട്. ഈ വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മൾ ഒരു കമ്പനിക്ക് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, എക്സ്പെൻസ് അക്കൗണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ഡോക്യുമെൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനിയുടെ സാമ്പത്തിക അവസ്ഥ കൃത്യമായിട്ട് തന്നെയല്ലേ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് എന്ന് ഉറപ്പാക്കുന്നതിനായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളാണ് അല്ലേ? അപ്പോൾ അതുപോലെ റിപ്പോർട്ട് നമ്മളുടെ കുടുംബത്തിനും ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും അല്ലേ? അപ്പോൾ പക്ഷേ കമ്പനികൾക്കുള്ള അതേപോലത്തെ കാര്യങ്ങൾ കുടുംബത്തിന് ആവശ്യമില്ല കേട്ടോ. നമ്മൾ കുടുംബത്തിന് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും നമ്മൾക്ക് എന്തുമാത്രം വരവ് ഉണ്ട്. അതിപ്പോൾ സാലറി ആവാം, റെൻ്റ് ആവാം, ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം ആവാം, ഡിവിഡൻറ്റുകളാവാം, ഇൻട്രസ്റ്റ് ആവാം. അങ്ങനെ നമ്മളുടെ വാർഷികമായിട്ടുള്ള ഒരു വരവ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ വാർഷികമായിട്ടുള്ള ചിലവ്, നമുക്ക് ഓരോ കാര്യത്തിനും എന്തുമാത്രം ചിലവ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ആ വരുന്ന പൈസ നമ്മൾ ചിലവും ബാക്കി ഒരു നീക്കിയിരിപ്പുമായിട്ട് മാറ്റി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 1 കോടി രൂപ മൊത്തം ഒരു വർഷം നമുക്ക് വരവുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ 80 ലക്ഷം രൂപയെ നമുക്ക് ചിലവ് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്യാഷ് ഫ്ലോ പോസിറ്റീവാണ്. അതായത് നമ്മൾ അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു ഫിനാൻഷ്യൽ പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എപ്പോഴും ഒരു കുടുംബത്തിൻ്റെ ക്യാഷ് ഫ്ലോ, കമ്പനികളുടെയൊക്കെ ക്യാഷ് ഫ്ലോ ഉള്ള പോലെ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ഉള്ളതാണ് എന്നുള്ളത് എൻഷുർ ചെയ്യുകയാണെന്നുള്ളതാണ് നമ്മൾ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ബഡ്ജറ്റാണ്. എന്താണ് ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? അതുപോലെ നമ്മളുടെ കുടുംബത്തിന് ഒരു ബഡ്ജറ്റ് വേണം. കുടുംബത്തിൻ്റെ മാസ ചിലവ് ഇത് ഇന്ന ഐറ്റങ്ങൾക്ക് ഇത്ര രൂപയൊക്കെയാണ് ചിലവ്, ഇന്ന ഐറ്റങ്ങൾക്ക് ഇത്ര രൂപയാണ് വരവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്ന ഒരു വരവിൻ്റെ ഒരു നല്ലൊരു രീതിയിൽ ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഒരു 30% ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. 30% നമ്മൾക്ക് മറ്റുള്ള കാര്യങ്ങൾ, അതായത് മറ്റുള്ള അത്യാവശ്യ ചിലവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോണിൻ്റെ EMI അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ബാക്കിയൊരു 30% വീട്ടിലെ ചിലവുകൾ, പഴം, പച്ചക്കറി, പാൽ, പല വ്യഞ്ജനമൊക്കെ നമ്മൾ മേടിക്കണമല്ലോ, അങ്ങനെ ഒരു 30%. ബാക്കിയൊരു 10% ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ചാരിറ്റി അതുപോലുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ 30 ഇൻവെസ്റ്റ്മെൻറ്റ്, 30 അത്യാവശ്യ ചിലവുകൾ, 30 ജീവിത ചിലവുകൾ, 10 ചാരിറ്റി, എൻ്റർടൈൻമെൻറ്റ് അതുപോലുള്ള കാര്യങ്ങൾ. അത് നല്ലൊരു മിക്സാണല്ലേ? ഇത് ഇങ്ങനെ ഈ ഒരു മിക്സാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, ഏത് മിക്സാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിന് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാൻ, അത് കണ്ടിന്യൂ ചെയ്യാനും കൂടെ നമ്മൾ നോക്കണം. അതായത് നമുക്കിപ്പോൾ 20,000 രൂപയാണ് നമ്മളുടെ മൊത്തം വരവ് എന്നുണ്ടെങ്കിൽ, ഒരു മാസത്തെ വരവ് എന്നുണ്ടെങ്കിൽ 6,000 രൂപയിൽ കൂടുതൽ നമ്മൾ ലോൺ അടയ്ക്കാനോ ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം പ്രതിസന്ധിയിലാവാൻ വലിയ താമസം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? എങ്ങാനും ഒരു ലോണിൻ്റെ അടവ് മുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത തവണ 2 ലോൺ അടയ്ക്കാനായിട്ട് നമുക്ക് പൈസ തികയില്ല. അപ്പോൾ നമ്മൾ ഓരോ രൂപയും കൃത്യമായിട്ടുള്ള രീതിയിൽ ആലോചിച്ച് നമ്മൾ ചിലവാക്കുക. അതിന് നിങ്ങൾക്ക് ചിലവാക്കുന്നതിന് പണ്ട് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. കുഞ്ഞു ചെപ്പുകൾ എടുക്കുക. ആ ചെപ്പിൽ ഓരോന്നിനും നമ്മൾ പേരുകളിടും. അതായത് ഇത് വാടക, ആദ്യത്തെ ചെപ്പ് വാടക, രണ്ടാമത്തെ ചെപ്പ് ലോൺ, മൂന്നാമത്തെ ചെപ്പ് പച്ചക്കറി, നാലാമത്തെ ചെപ്പ് പാലും പല വ്യഞ്ജനങ്ങളും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്നിട്ട് ആദ്യമേ തന്നെ ഈ മാസത്തേക്കുള്ള ചിലവിന് വേണ്ടിയുള്ള പൈസ അതിലേക്ക് ഫില്ല് ചെയ്ത് വയ്ക്കും. എന്നിട്ട് അതിൽ നിന്ന് ആവശ്യത്തിനുള്ള തുക എടുക്കും. അങ്ങനെ തുക എടുത്തിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ
ഒരു ചെപ്പിലെ പൈസ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ മാസം ആ കാര്യത്തിനുള്ളട്ടുള്ള ചിലവില്ല. പണ്ടുള്ള ആളുകൾ ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോഴും നമ്മളെ ചില സുഹൃത്തുക്കൾ ആ ഒരു രീതി ഫോളോ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഓൺലൈനായിട്ടും നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ട്രാക്കർ ആപ്പുകൾ നമ്മൾക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ചെപ്പും പന്തൊന്നും കൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്ന് ചുരുക്കം. അതിൻ്റെ 1-2 ലിങ്കുകൾ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഫൈൽ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഓരോ കുടുംബത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഫൈൽ മനസ്സിലാക്കി. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റില്ല എന്നേ. അതായത് അവരുടെ കുടുംബ പശ്ചാത്തലവും അവരുടെ ഒരു റിസ്ക് എടുക്കാനുള്ള അവസ്ഥയും മറ്റുള്ള സാമ്പത്തിക അവസ്ഥകളും മറ്റുള്ള ബാധ്യതകളും നമ്മൾക്ക് ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള ഗോളുകളും ഒക്കെ അനുസരിച്ച് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. അല്ലാതെ എൻ്റെ കൂട്ടുകാരൻ സ്റ്റോക്കിൽ നിക്ഷേപിച്ചിട്ട് അവന് എല്ലാ മാസവും 10% ലാഭം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി സ്റ്റോക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പണം കംപ്ലീറ്റ് പോയി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഫൈലിങ് നിങ്ങൾ നടത്തുക. നിങ്ങൾ എന്ത് തരത്തിലുള്ള ഇൻവെസ്റ്ററാണ്, നിങ്ങൾക്ക് എങ്ങനെ നഷ്ടം വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുമാത്രം ലാഭം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഫൈലിംഗ് നടത്തിയിട്ട് അതിനനുസരിച്ച് വേണം നിങ്ങൾ നിക്ഷേപിക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഫൈലിംഗ് നടത്താനായിട്ട് RupeeMonk നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ആസ്ക് RupeeMonk സർവീസിലേക്ക് നിങ്ങൾക്കത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട് തരാനായിട്ട് സാധിക്കും. നമ്പർ 8848030018. എല്ലാ കുടുംബങ്ങളും ഒരു 4 സ്റ്റേജിലൂടെ കടന്നു പോകും എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബമായിട്ട് ജീവിച്ചു തുടങ്ങുമ്പോൾ കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്ത് വരുന്ന ഒരു സ്റ്റേജ്. അതായത് അപ്പോൾ ചിലവുകളും ബാധ്യതകളൊക്കെ ആയിരിക്കും ആ സമയത്ത് കൂടുതലുണ്ടാവുക. ഇപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുന്നു അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നു, അതൊക്കെ അപ്പോൾ ചിലവുകളും ബാധ്യതകളൊക്കെ ആദ്യ സമയത്ത് എന്തായിരിക്കും കൂടുതലായിരിക്കും. വരവ് താരതമ്യേന കുറവായിരിക്കും. പക്ഷേ അങ്ങനെ കാലം കഴിയുന്തോറും നമ്മളുടെ വരവിൽ വർധനവ് വരുന്നതിനനുസരിച്ച് നമ്മൾ ഒരു ബ്രേക്ക് ഈവൻ സിറ്റുവേഷനിൽ, അതായത് വരവും ചിലവും കൃത്യമായിട്ട് മുട്ടിപ്പോകുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ചിലവുകളേക്കാൾ ബാധ്യതകളേക്കാൾ ആസ്തികൾ ഉള്ള ഒരു അവസ്ഥ വരും. അങ്ങനെ രണ്ടാമത്തെ സ്റ്റേജും കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ജനറേഷൻ സ്റ്റേജാണ്. നമ്മൾ ബാധ്യതകളൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ലാഭം ഉണ്ടാക്കും. അത് ഒരു കോമ്പൗണ്ടിങ് രീതിയിൽ അത് വളർന്ന് അത് ലാഭത്തിന്മേൽ ലാഭം വന്ന് നമ്മളുടെ ഒരു ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കോർപ്പസ് ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് ഈ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും വയസ്സാകുമ്പോൾ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത കോർപ്പസിൽ നിന്ന് കുറേശ്ശെയായിട്ട് പൈസ എടുത്ത് നമ്മൾ ചിലവാക്കി പോവും. അപ്പോൾ ഈ സ്റ്റേജുകൾ എല്ലാ ഫാമിലിയിലും, മിക്കവാറും എല്ലാ ഫാമിലിയിലും, സാധാരണക്കാരെ നമ്മളുടെ എല്ലാ ഫാമിലിയിലും ഈ 4 സ്റ്റേജും ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് ചിലവഴിക്കുകയും വരവിനനുസരിച്ച് ചിലവഴിക്കുകയും നമ്മളുടെ വരവിൽ നിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഭാഗം സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ സ്റ്റെബിലൈസേഷനും നമ്മളുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലൈസേഷനും അല്ലെങ്കിൽ ആ ബ്രേക്ക് ഈവൻ ആവുന്ന ആ ഒരു വരവും ചിലവും മുട്ടിപ്പോകുന്ന ഒരു അവസ്ഥയും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന അവസ്ഥയും എല്ലാം വളരെ എഫക്റ്റീവായിട്ട് വേഗത്തിൽ നടത്തും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ ഫാമിലിയും മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരവും. ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. ചിലപ്പോൾ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ബോറടിക്കും, എന്നാലും പല ആളുകളും ഇത് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിത് പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ 3 മുതൽ 6 മാസം വരെ നമുക്ക് ചിലവിന് വേണ്ടിയിട്ടുള്ള പൈസ എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ടേം ഇൻഷുറൻസും ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റിസ്കിനനുസരിച്ച് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും ഒരു ഫാമിലി ആയിട്ടാവുമ്പോൾ ഒരു സെറ്റ് ഓഫ് ജോയിൻ്റ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പങ്കാളിയുമായിട്ട് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ കാര്യങ്ങളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മളുടെ അസറ്റിൻ്റെ ആയാലും ലയബിലിറ്റിയുടെ ആയാലും കാര്യങ്ങളൊക്കെ
പങ്കാളിയുമായിട്ട് ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ ഹോം ലോണോ മറ്റുള്ള അസറ്റുകളൊക്കെ ഒരു ജോയിൻ്റ് ഓണർഷിപ്പിൽ വാങ്ങാൻ സാധിക്കുന്നവർ ആ ഒരു രീതിയിൽ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള നോമിനേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ താല്പര്യമുള്ള ആളുകൾ വിൽപത്രം തയ്യാറാക്കി വെക്കുക. അതായത് നമ്മളുടെ ആസ്തികൾ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള രീതിയിലുള്ള വിൽപത്രം തയ്യാറാക്കി വെക്കുക. അതുപോലെ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസുകൾ കൃത്യമായിട്ടുള്ള രീതിയിൽ പുതുക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും കൂടെ ശ്രദ്ധിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റുകളായാലും സേവിങ്സ് ആയാലും പീരിയോഡിക്കലി റിവ്യൂ ചെയ്യാണ്ട് മറക്കരുത്. ഇപ്പോൾ അത് റിവ്യൂ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം. ആസ്ക് റൂപ്പിംഗ് സർവീസിൻ്റെ നമ്പർ 8848030018 ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായിട്ട് നമ്മൾ തുടർന്ന് വരും. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകൾ കൂടെ കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.